എന്താ ഋതികെ, നിനക്ക് ഹരീഷിനെ കൊണ്ട് ശ്രീലക്ഷ്മി വിവാഹം കഴിപ്പിക്കണ്ടേ? ഇനിയധികം സമയമില്ല, നീ വന്നേ. വന്നെല്ലാരോടും എല്ലാം തുറന്നു പറഞ്ഞ് ഹരീഷിനെയും കൂട്ടിക്കൊണ്ട് പോ. ഇല്ല രമേ, ഞാനത് പറയില്ല. രാജു എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല എന്നെനിക്ക് ആരോടും പറയാനാവില്ല രമേ. എന്റെ മനസ്സിൽ എന്റെ ഭർത്താവിന്റെ സ്ഥാനമാണ് രാജുവിന്. ഞാൻ എത്ര ജന്മം എടുത്താലും രാജു ആയിരിക്കണം എന്റെ ഭർത്താവെന്നാണ് എന്റെ പ്രാർത്ഥന. ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും രാജുവുമായുള്ള എന്റെ ബന്ധത്തെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നേ? നീ നോക്കിക്കോ, എന്റെ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞ ശ്രീലക്ഷ്മി പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ അവൾ എന്ത് ചെയ്താലും അത് നിന്റെ തലയിലാവും. മനസമാധാനത്തോടെ രാജുവിന്റെ കൂടെ ജീവിക്കാൻ നിനക്കാവില്ല ഋതികെ. അതിന് ഈ വിവാഹം നടന്നാലല്ലേ? എന്താ? ഈ വിവാഹം നടക്കില്ല രമേ. ഓ, അപ്പൊ നീ വന്നത് ഈ വിവാഹം മുടക്കാനാണല്ലേ? അതെ, മനസ്സിലായില്ലേ നിനക്ക്? മനസ്സിലായി ഋതികെ. ഇങ്ങനെയൊക്കെ നീ പറയുമെന്നൊരു പേടി ഇന്നലെ മുതലേ എനിക്കുണ്ടായിരുന്നു. സത്യം തുറന്നു പറഞ്ഞ് ഹരീഷിനെ ശ്രീയെയും ഒന്നിപ്പിക്കാതെ വിവാഹം മുടക്കാൻ നീ വന്ന നിനക്ക് തരാനൊരു സർപ്രൈസ് ഞാൻ കരുതിയിരുന്നു ഋതികെ. ഹരീഷിന്റെ വിവാഹത്തിനെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഒരു VIP വിവാഹം കൂടാൻ എത്തുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഉള്ളപ്പോ നിനക്കൊരു ചെറു വിരല് പോലും അനക്കാൻ കഴിയില്ല ഋതികെ. എങ്കി അതൊന്ന് കാണണല്ലോ. കാണാം. ദേ ആളെത്തിയിട്ടുണ്ട്. നീ കണ്ണു തുറന്ന് കണ്ടോ? മനസ്സിലായില്ലേ? നിന്റെ അച്ഛനാണ് ഹരീഷിന്റെ വിവാഹം കൂടാൻ എത്തിയ സ്പെഷ്യൽ ഗസ്റ്റ്.